പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് 24 ന്യൂസ് ചാനലിൽ KR ഗോപികൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ TM തോമസ് ഐസക്കുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുകയുണ്ടായി. ആ അഭിമുഖ സംഭാഷണത്തെക്കുറിച്ചിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം CPI CPM പോലെ അല്ലെങ്കിൽ CPM CPI പോലുള്ള കേഡർ പാർട്ടികളിൽ പാർട്ടിയാണ് പരമപ്രധാനം. പാർട്ടിയുടെ നയങ്ങളും പരിഷ്കാരങ്ങളുമൊക്കെ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന പാർട്ടിയുടെ ഉപകരണങ്ങൾ മാത്രമാണ് പാർട്ടിയുടെ നേതാക്കന്മാർ. പാർട്ടി അധികാരത്തിൽ വരുന്നത് പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് മുഖ്യമന്ത്രി ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ശൈലി. പാർട്ടിയാണ് എപ്പോഴും വലുത്. ഇനി പാർട്ടി തിരഞ്ഞെടുപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന ആളുകൾ പാർട്ടി തീരുമാനിച്ച് കഴിയുമ്പോൾ, പാർട്ടി ആ ചുമതല കൊടുത്തു കഴിയുമ്പോൾ അവർ മത്സരരംഗത്ത് വരും. അവർ മത്സരിക്കും, ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മന്ത്രിയാവും, MLA ആകും. അവിടെയൊക്കെ തന്നെ അവർ പാർട്ടിയുടെ നയങ്ങളും ആണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും പാർട്ടിയാണ് പരമപ്രധാനം. CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആരാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് പൊതുജനം അറിയുക. പാർട്ടി അണികളും അതിനുശേഷമാണ് അറിയുക. പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ കൂടി ആരൊക്കെ ആവണം പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച് ശരി തെറ്റുകളൊക്കെ ചർച്ച ചെയ്ത് അന്തിമമായി ഓരോ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയായാലും നിയമസഭയായാലും ഇന്ന ആളാവണം സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോഴാണ് ആ മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കും പൊതുജനങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവുക, ഒരു കൃത്യമായൊരു ചിത്രമുണ്ടാവുക. ആ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും പൊതുമണ്ഡലത്തിലും പാർട്ടിക്കകത്തുമൊക്കെ ആരാവും സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഊഹാപോഹങ്ങൾ അണികളുടെ ഭാഗത്തു നിന്നുണ്ടാവാം, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാം, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ പാർട്ടി മീറ്റിംഗ് കൂടി, കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ താനാകും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സന്ദേശം പരസ്യമായി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ന് പാർട്ടിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു 24 ന്യൂസിൽ KR ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനും ഐസക്കുമായിട്ട് ഡോക്ടർ TM തോമസ് ഐസക്കുമായി 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് അതിൻ്റെ ആമുഖമായി ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു പ്രമുഖൻ ഏതാനും വാചകങ്ങൾ പറയുന്നുണ്ട്. ആ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആ അഭിമുഖത്തിലേക്ക് കടക്കുന്നത്. ആ ആമുഖത്തിൽ തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നത് ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഉറച്ച് ഡോക്ടർ TM തോമസ് ഐസക്. അതാണ് ആദ്യ വാചകം. എന്നിട്ട് പറയുന്നത് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഉള്ളത്. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പത്തനംതിട്ടയിലാണെന്ന് ഡോക്ടർ തോമസ് ഐസക് 24 ന്യൂസിനോട് പറഞ്ഞു. ഇതാണ് ശ്രീകണ്ഠൻ നായരുടെ ആമുഖത്തിൽ തന്നെ ഉള്ളത്. പാർട്ടിയെ ഒക്കെ കമ്മിറ്റി കൂടിയിട്ടില്ല, തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടില്ല. ഇതൊന്നും തീരുമാനിക്കുന്നതിന് മുമ്പ് തോമസ് ഐസക്കുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ആമുഖത്തിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത് ലോക്സഭയിലേക്ക് തോമസ് ഐസക്ക് മത്സരിക്കാൻ ഉറച്ചിരിക്കുന്നു. അദ്ദേഹം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവയാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. എങ്ങനെയുണ്ട്? ഇനി ഈ നിമിഷം വരെ ഈ പറഞ്ഞ കാര്യങ്ങളെ ഡോക്ടർ തോമസ് ഐസക്ക് എതിർത്തിട്ടുമില്ല. എന്നിട്ട് അതിനുശേഷം KR ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ മുന്നിൽ ഐസക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ KR ഗോപികൃഷ്ണൻ്റെ ആദ്യത്തെ ചോദ്യമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ ഒരിക്കൽ കൂടി വളരെ സജീവമായി വരികയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് ആദ്യത്തെ ഗോപികൃഷ്ണൻ്റെ ചോദ്യം. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ ഒരിക്കൽ കൂടി വളരെ സജീവമായി വരികയാണ്. ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു മോനയുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ടതാണ്, ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്തല്ല ഞാൻ സജീവമായി തന്നെ നിൽക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ഘട്ടം മാത്രമാണ്. അതിന് ഞങ്ങൾ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളെ ചുമതലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും സജീവമാണെന്ന് പറയുന്നതിന് പകരം ഈ ചോദ്യം കേട്ട ഐസക്ക് ഇങ്ങനെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ അടുത്ത ചോദ്യം, ആലപ്പുഴയായാലും എറണാകുളമായാലും പത്തനംതിട്ടയായാലും ഈ കുറി TM തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ പറഞ്ഞാൽ, അതാണ് ഗോപികൃഷ്ണൻ്റെ അടുത്ത ചോദ്യം. ആ അടുത്ത ചോദ്യം കേൾക്കുന്നതുകൂടി ഐസക്ക് ഏതാണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് അയാളുടെ ഒരു ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഹർഷപുളകിതനാകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. വല്ലാത്തൊരു നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു വനിത ഇങ്ങനെ നിൽക്കുന്ന ഒരു ശരീരഭാഷയിൽ അദ്ദേഹം പറയുകയാണ്. വളരെ ഈ പറഞ്ഞ പോലെ കാഷ്വലായിട്ട് അദ്ദേഹം പറയുകയാണ്, പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചിട്ടില്ല, CC കഴിഞ്ഞാലേ ചർച്ച വരൂ എന്ന് അദ്ദേഹം ഇങ്ങനെ വളരെ ഈ പറഞ്ഞ പോലെ കാഷ്വലായി പറയുന്നു. പക്ഷേ ഈ ഗോപികൃഷ്ണൻ പറയുന്നതെല്ലാം അദ്ദേഹം അങ്ങേയറ്റം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് അടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ജയിക്കുക എന്നതാവണം മാനദണ്ഡം, ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്തണം. ഇതാണ് ഐസക്കിൻ്റെ അടുത്ത മറുപടി. ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ജയിക്കുക എന്നതാവണം മാനദണ്ഡം, ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്തണം. ഇതാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക്ക് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? അതായത് ഇതുവരെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ, വിന്നബിളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അല്ല CPM നിർത്തിയിരുന്നത് എന്നുള്ളതല്ലേ അതിൻ്റെ ധ്വനി. ഞങ്ങളെന്നാൽ ഇത്തവണ ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആലപ്പുഴയിലും എറണാകുളത്തും പത്തനംതിട്ടയിലുമൊക്കെ ഇതുവരെ തോക്കുന്ന സ്ഥാനാർത്ഥികളെയാണോ അവിടെ ഫീൽഡ് ചെയ്തിരുന്നത് എന്നാണോ തോമസ് ഐസക്ക് പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പോൾ P. രാജീവാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. P. രാജീവ് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അയാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മത്സരിപ്പിച്ചത്. A. മാരിഫ് അവിടെ മത്സരിച്ചത് തോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ചവരും അതിനു മുമ്പ് എറണാകുളത്ത് മത്സരിച്ചവരൊക്കെ തോക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചത്, അല്ലല്ലോ. അപ്പോൾ തോമസ് ഐസക്ക് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇത്തവണ പാർട്ടി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഒരാൾ താനാണ് എന്നല്ലേ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്? എന്തൊരു ഉളുപ്പില്ലായ്മയാണ് എന്ന് നമ്മൾ ആലോചിക്കും. എന്തൊരു അധികാര ഭ്രാന്താണ്, എന്തൊരു അധികാര പ്രമത്തതയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എവിടെ നിന്നായിരിക്കും എന്നുള്ള അടുത്ത ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം. അതെനിക്ക് പത്തനംതിട്ട ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം. അത് ആലപ്പുഴയിൽ നിന്നാകാം, അത് പത്തനംതിട്ടയിൽ നിന്നാകാം, അത് എറണാകുളത്ത് നിന്നാകാം. അദ്ദേഹം പറയുകയാണ്, പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുകയാണ്. അതായത് താൻ മത്സരിക്കും, അത് ഈ പറഞ്ഞ 3 മണ്ഡലങ്ങളിൽ നിന്നാവാം എന്ന് മാത്രമല്ല താൻ വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇത്തവണ പാർട്ടി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഓരോ മണ്ഡലങ്ങളിൽ നിർത്തുക എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥികളൊന്നും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളല്ലായിരുന്നുവെന്ന് അദ്ദേഹവും കൂടി ഭാഗവാക്കായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിരുന്ന് അദ്ദേഹം പറയുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ സംഭവം വളരെ ക്ലിയറാണ്. തനിക്ക് അടുത്ത തവണ മത്സരിക്കണം എന്നുള്ളത് പച്ച പരസ്യമായി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് പറയുകയാണ്. ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇങ്ങനൊരു രീതി സമ്പ്രദായമില്ല എന്നറിയാത്ത ആളല്ല തോമസ് ഐസക്ക്. പക്ഷേ ബൂർഷ്വാ പാർട്ടികളെ പോലും ലജ്ജിപ്പിക്കുന്ന നിലയിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്നും താൻ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ട് പാർട്ടി തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുമെന്നും താൻ ഈ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കുമെന്നും തോമസ് ഐസക്ക് എന്ന് പറഞ്ഞ ആൾ ഉളുപ്പില്ലാതെ പറയുകയാണ്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം തുറന്നു പറയാം. അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഡോക്ടർ തോമസ് ഐസക്ക്. ഡോക്ടർ തോമസ് ഐസക്ക് CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് എനിക്ക് തോന്നുന്നു 1991 കോഴിക്കോട് സമ്മേളനത്തിൽ മറ്റാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാവുന്നത്. അതിനുമുമ്പ് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ നേതാവായിരുന്നു. അന്നും അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഒരു അധികാര കേന്ദ്രമായിരുന്നു. എനിക്ക് നല്ല കൃത്യമായി അറിയാവുന്ന 80കളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം EMSുമായിട്ടുണ്ടായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1991 അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ മെമ്പറായി.
അവിടുന്ന് 2001 വരെയുള്ള കാലഘട്ടത്തിലും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായിരുന്നു. പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്തും ജനകീയാസൂത്രണത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആ അധികാര ഭ്രാന്ത് അദ്ദേഹം നിലനിർത്തി പോകുന്നത്. ആ ജനകീയാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായി മാറി. ആ ജനകീയാസൂത്രണത്തിൻ്റെ തലപ്പത്ത് ഇ എം എസിനെ പുറകിൽ നിന്നാണ് തോമസ് ഐസക്ക് അന്ന് തൻ്റെ അധികാര ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ടിരുന്നത്. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എം ശ്രീധരനെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കി കൊണ്ടുവന്നതും തോമസ് ഐസക്കാണ്. അവിടെയെല്ലാം തോമസ് ഐസക്കിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു അധികാര കേന്ദ്രമായി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 1996 2001 കാലഘട്ടത്തിൽ പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നു കൊണ്ട് പ്ലാനിംഗ് ബോർഡ് മെമ്പറായി അധികാര കേന്ദ്രമായി അദ്ദേഹം നിലനിന്നു. 2001 അദ്ദേഹം മാരാരിക്കുളത്തുനിന്ന് മത്സരിച്ചു. അന്ന് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ ഒരു കൈകാര്യകർത്താവായിരുന്നു. മാരാരിക്കുളത്തുനിന്ന് മത്സരിച്ചു. 2006 അദ്ദേഹം മാരാരിക്കുളത്തുനിന്ന് മത്സരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, തോമസ് ഐസക്കിനെ മാരാരിക്കുളത്ത് കൊണ്ടുവന്ന് വീണ്ടും പരിചയപ്പെടുത്തിയത് വി എസ് ആണ്. ഞാൻ മാരാരിക്കുളത്തല്ല മത്സരിക്കുന്നത്, തോമസ് ഐസക്കാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞത് വി എസ് ആണ്. അന്ന് വി എസിൻ്റെ കൂടെ ആയിരുന്നു തോമസ്. അങ്ങനെ 2001 ജയിച്ചു, 2006 ജയിച്ചു. 2006 ധനകാര്യമന്ത്രിയായി. ധനകാര്യമന്ത്രിയായ സമയത്തും വലിയൊരു അധികാര കേന്ദ്രമായിരുന്നു. അങ്ങനെ 2006 2011 വരെ ധനകാര്യമന്ത്രിയായി. 2011 വീണ്ടും ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു. ആദ്യം 2 പ്രാവശ്യം മാരാരിക്കുളത്ത് നിന്നാണ് ജയിച്ചതെങ്കിൽ മൂന്നാമത്തെ തവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു. പക്ഷേ CPM ജയിച്ചില്ല, അതുകൊണ്ട് MLA ആയി. 2016 വരെ MLA ആയി തുടർന്നു. 2016 വീണ്ടും ധനകാര്യമന്ത്രിയായി. അങ്ങനെ 2016 21 കാലത്ത് വീണ്ടും അധികാര കേന്ദ്രമായി തുടർന്നു, അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ തുടർന്നു. അപ്പം 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയുമായി. എന്നാൽ നിർഭാഗ്യവശാൽ പിന്നീട് 2021 വന്നപ്പോൾ 70 വയസ്സിൽ കൂടുതലൊന്നും പേരൊന്നും മത്സരിക്കേണ്ട എന്ന് പിണറായി വിജയൻ്റെ തീരുമാനം വന്നതോടുകൂടി ഐസക്ക് തൂത്തെറിയപ്പെട്ടു. അധികാര സ്ഥാനത്തു നിന്ന് ഐസക്ക് പുറന്തള്ളപ്പെട്ടു. പിന്നെയുള്ള 2-2.5 വർഷക്കാലം ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതകാലമായിരുന്നു. ഐസക്ക് എങ്ങനെയാണ് ഈ 2.5 വർഷക്കാലം തള്ളി നീക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി അറിയാം. ഐസക്കിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പുറത്ത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ വളരെ ദുരിതത്തിലായിരുന്നു ഐസക്ക് എന്ന് മാത്രം മനസ്സിലാക്കുക. കാരണം അധികാരം ഒട്ടുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2.5 വർഷം. അതിനു മുമ്പ് 80കളുടെ തുടക്കം മുതൽ നോക്കി, 80കളുടെ തുടക്കം ഇപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ സജീവമാകുന്നതിന് മുമ്പ് പിന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പഠിച്ചിരുന്ന കാലത്ത് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അന്നും അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അധികാര കേന്ദ്രമായിരുന്നു. അതിനുശേഷം അതിനുശേഷം പിന്നെ പ്ലാനിംഗ് ബോർഡിൽ വന്ന അവിടെ അധികാര കേന്ദ്രമായിരുന്നു. പിന്നീട് MLA ആയി VSൻ്റെ കൂടെ നിന്നും അധികാര കേന്ദ്രമായിരുന്നു. പിന്നീട് ധനകാര്യമന്ത്രിയായി, പിന്നീട് MLA ആയി, ധനകാര്യമന്ത്രിയായി. അപ്പോഴൊക്കെ തന്നെ വലിയ അധികാര കേന്ദ്രവും എന്തെങ്കിലും സ്ഥാനങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. ഐസക്കിന് ഒരു സ്ഥാനവും ഇല്ലാതിരുന്നത് ഈ കഴിഞ്ഞ 2.5 വർഷക്കാലമായിരുന്നു. വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഐസക്ക് കടന്നുപോയത് എന്നുള്ളത് വളരെ വ്യക്തമായി എനിക്കറിയാം, വളരെ വ്യക്തമായി. കാരണം എന്താ വെച്ചാൽ അധികാരം ഇല്ലാത്തതുകൊണ്ട്. അധികാരം പോയതോടുകൂടി ഐസക്കിൻ്റെ ചുറ്റും കൂടി നിന്നിരുന്ന കുറേ ക്രോണികളുണ്ടായിരുന്നു. ഐസക്ക് ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന കുറേ ക്രോണികളുണ്ടായിരുന്നു. അവരെല്ലാം 4 പാടും പോയി. കാരണം ഐസക്കിൻ്റെ അധികാരം ഇല്ലല്ലോ. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഐസക്ക് ഇപ്പോൾ ഒരു ജാമിൻ്റെ പരസ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരു ജാമിൻ്റെ പരസ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തിലാണ്. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിച്ചൊരു MP ആകാം എന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു. ആ സ്വപ്നം അദ്ദേഹത്തിന് പുറത്ത് പറയുന്നതിലും മടിയൊന്നുമില്ല. അദ്ദേഹത്തോട് എവിടെ നിന്നാണ് മത്സരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വല്ലാത്ത നാണമാണ്. നമ്മുടെ ശിരസ്കയായി നിൽക്കുന്ന ഒരു പ്രതിശ്രുത വരൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വധുവിനെ പോലെയാണ് ഐസക്കിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഐസക്ക് മറുപടി പറയുന്നത്. ഐസക്കിൻ്റെ ശരീരഭാഷ 24 ന്യൂസിൽ KR ഗോപികൃഷ്ണനുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ പറഞ്ഞു വെക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. കാരണം പാർട്ടി ഇതുവരെ നിർത്തിയ സ്ഥാനാർത്ഥികളൊന്നും ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ഇതാ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു, എന്നെ നിർത്തൂ, ഞാൻ പത്തനംതിട്ടയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നൊക്കെ ജയിച്ച് കാണിച്ചു തരാമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി പിണറായി വിജയൻ്റെ തലയിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഐസക്കിന് ജോലിയാവും, അത് വേറെ കാര്യം. അപ്പോൾ ഐസക്ക് ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിച്ച് ജയിക്കാമെന്നുള്ള ഒരു ഐസക്കിൻ്റെ ഒരു അതിൽ അദ്ദേഹം ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ്. കാരണം അധികാരം ഇനി തനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾ തീരുമാനിക്കണമല്ലോ. ഐസക്ക് ഇതുവരെ മത്സരിച്ചിട്ടുള്ളിടത്തെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ, അത് ശരിയാണ്. പക്ഷേ അവിടെയെല്ലാം CPMൻ്റെ കോട്ടയായിരുന്നു. 2 തവണ മാരാരിക്കുളത്ത് നിന്നാണ് മത്സരിച്ചത്, ജയിച്ചു. 2 തവണ ആലപ്പുഴയിൽ നിന്നാണ് മത്സരിച്ചത്, ജയിച്ചു. അതെല്ലാം CPMൻ്റെ കോട്ടയായിരുന്നു.
പക്ഷേ ഈ പറയുന്നത് പോലെ ഈ പത്തനംതിട്ടയും പിന്നെ എറണാകുളമൊന്നും CPM-ൻ്റെ കോട്ടയല്ല. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുമോ എന്നറിയില്ല. കാരണം AM ആരിഫ് തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് കിട്ടിയാൽ പോലും CPM-ൻ്റെ കോട്ടയം എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ നിന്ന് പോലും ഇത്തവണ ഐസക് ജയിക്കുമെന്ന് ഐസക്കിന് പോലും നെഞ്ചത്ത് കൈവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് ഇപ്പോൾ പരമ സന്തോഷത്തിലാണ്. ഐസക്കിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഐസക്കിന് പത്തനംതിട്ടയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ എറണാകുളത്ത് നിന്ന് എവിടെയെങ്കിലും മത്സരിക്കാൻ അവസരം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം പരസ്യമായി പറയാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഒരു ലജ്ജയും ഒരു ഉളുപ്പുമില്ല എന്നുള്ളിടത്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെന്ന് നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അവിടെ എന്തോ മൈഗ്രേഷൻ കോൺക്ലേവോ ഏതാണ്ടൊക്കെ നടത്തിയൊക്കെ ആളുകളുടെ അടുത്തേക്ക് എത്താനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ടെണ്ണി കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണല്ലോ ജനങ്ങൾക്കുള്ളത്. അഴിമതിയില്ല, ഭൂമി കയ്യേറ്റമില്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളില്ല, പോലീസ് അതിക്രമങ്ങളില്ല, ധൂർത്തില്ല, ഇതൊന്നുമില്ലാത്ത വളരെ പരിപാവനവും പരിശുദ്ധവുമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണല്ലോ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൂടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക് ഏത് കോൺഗ്രസിൻ്റെ കോട്ടയിൽ നിന്നാലും ജയിച്ച് കയറാം എന്നായിരിക്കും അദ്ദേഹം ധരിച്ചു വശായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. എന്തായാലും ഈ പാർട്ടി എത്രത്തോളം അഴിമതിയിൽ, എത്രത്തോളം ജീർണതയിൽ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക് തൻ്റെ അധികാരത്തിനുള്ള തൻ്റെ അഭിവാഞ്ച, തൻ്റെ അധികാര ഭ്രാന്ത് പുറമേ പറഞ്ഞിട്ടുള്ളത്. താൻ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ തയ്യാറാണെന്നും താൻ വലിയ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇത് എവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ എത്തിക്കുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്തായാലും ഇത് ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു പരിച്ഛേദം മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.